നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാൻ ഞാൻ ഈ ഒരു മിസെല്ല വാട്ടർ യൂസ് ചെയ്ത് ഫേസ് ഇതേ ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരുന്നാലും മതി. ഇത് ഞാൻ ഓൾറെഡി രാവിലെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയെന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഈ ഒരു മിസെല്ല വാട്ടർ യൂസ് ചെയ്തത്. കണ്ടോ ആ ഒരു കോട്ടൺ പാഡിൽ എന്തോ ഒരു അഴുക്കുണ്ടെന്ന്. അപ്പോൾ നിങ്ങളും ഫേസ് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ നല്ലോണം അഴുക്ക് കിട്ടും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് പ്രെപ്പ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫേസിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നല്ല രസമായിട്ട് വരും. അപ്പോൾ ഞാനത് സ്പ്രേ ചെയ്തതിന് ശേഷം ഫേസിലോട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ക്യാമറ ഭയങ്കര അടുത്ത് വെച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ ബെയർ ആയിട്ടുള്ള നാച്ചുറൽ എൻ്റെ പിഗ്മെൻറ്റഡ് ആക്നി പ്രോൺ സ്കിന്നാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു മാക്കിൻ്റെ ഈ ഒരു ക്രീം യൂസ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവണ രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അതായത് ഇപ്പോൾ ജെൽ കൈൻ മോയ്സ്ചറൈസറോ അങ്ങനെയൊക്കെ ഇടാന്ന് വെച്ചാൽ നല്ലോണം മോയ്സ്ചറൈസ് ആവുന്ന രീതിയിലുള്ളത് ഇടണം. അതല്ലെങ്കിൽ ഇങ്ങനെ പാച്ചിനെസ് വരും. മിക്കവരും പറഞ്ഞു കേൾക്കാറില്ലേ, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടുമ്പോൾ ഫൗണ്ടേഷൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പാണ്ട് പിടിച്ച പോലെ ഇരിക്കണമെന്ന്. അതിങ്ങനെ ഒട്ടും മോയ്സ്ചർ ഇല്ലാത്ത ഫേസിൽ ഇടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് അതിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളൊരു ജെൻറ്റിലായിട്ടൊരു മസാജും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ഫേസിൽ എന്തെങ്കിലും പഫിനെസ്സോ അതല്ലെങ്കിൽ ഫേസിന് നല്ലൊരു തുടിപ്പൊക്കെ വരാനായിട്ട് നല്ലതാണ് ഇങ്ങനൊരു കുട്ടി മസാജ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് സെലിബ്രേഷനൊക്കെ വരാമല്ലേ, ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഫുൾ ഫേസ് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഡ്രൈ ആവാൻ അനുവദിക്കണം കേട്ടോ. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഉടനെ ഇടാണ്ട് ഡ്രൈ ആയതിന് ശേഷം ഇച്ചിരി ടൈം കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാനൊരു ഇലൂമിനേറ്റിംഗ് ക്രീം ഇടാണ്. നിങ്ങളുടെ ഫേസിൽ എൻ്റെ പോലത്തെ ഇങ്ങനെ ടെക്സ്ചറും പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, ഹൈ പോയിൻറ്റ്സിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇലൂമിനേറ്ററും അല്ല, എന്ത് ക്രീമാണ് പറഞ്ഞില്ല, ആ ക്രീമും അല്ല, സ്ട്രോബ് ക്രീമും അല്ല. ഇത് വളരെ ലൈറ്റ് ആയിട്ടൊരു മോയ്സ്ചറൈസർ ഇട്ട ഫീലായിട്ട് ഈ ഒരു സ്ട്രോബ് ക്രീം ഇടുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ഫേസ് ഫുൾ ഇടുന്നില്ല, ഹൈ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണ മറ്റേ മാക്കിൻ്റെ സ്ട്രോബ് ക്രീമൊക്കെ ആണെങ്കിൽ ഇത്ര ഇടാറില്ല. പക്ഷേ ഇതിന് അത്ര കണ്ട് ഒരു ഇലൂമിനേറ്റിംഗ് ഒരു എഫക്റ്റ് ഇല്ല. എന്നുവെച്ചാൽ ഒരു കണ്ടോ നോർമൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. എന്നിട്ടൊന്ന് അതൊന്ന് അബ്സോർബ് ആവാനായിട്ടുള്ള ഒരു ഇച്ചിരി ടൈം കൊടുക്കുക. ഉണങ്ങാനല്ല, അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു പോർ മിനിമൈസിങ് ആയിട്ടുള്ള പ്രൈമർ ആട്ടോ യൂസ് ചെയ്യണത്. ഇത് ഫിറ്റ് മീഡിയ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം അഫോർഡബിൾ പ്രോഡക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മൂക്കിനിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പോഴ്സ് കാണുന്നില്ല, ആ പോഴ്സ് അതുപോലെ ഓയിലി ആവണ ഏരിയാസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് സർക്കുലർ മോഷനിലാട്ടോ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് പോഴ്സിനകത്തോട്ട് ഈസിലി കയറും. പിന്നെ ഞാൻ ബാക്കിയുള്ളിടത്തൊന്നും ഇടുന്നില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് ഓയിലി ആവണ സ്ഥലം, പോഴ്സ് ഉള്ള സ്ഥലം അങ്ങനെയുള്ള അടുത്തൊക്കെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഓരോരോ പ്രൈമേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഒരു ആക്നി പ്രോൺ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാടുകളൊക്കെ ഉള്ള സ്കിന്നായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പോർ മിനിമൈസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും സ്മാഷ് ബോക്സിൻ്റെ ഇച്ചിരി കൂടി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്ത ഞാൻ ഈ ഒരു മാഴ്സിൻ്റെ കവർ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർ കറക്റ്റിംഗ് പാലറ്റ് യൂസ് ചെയ്യണത് അടിപൊളിയാട്ടോ. ഇതിന് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള കളർ കറക്റ്ററാണ്. ഇത് വെച്ചിട്ട് ഈ ഡാർക്ക് രണ്ട് ഷെയ്ഡിൽ ഈ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യണത്. ഞാൻ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓറഞ്ച് കറക്റ്ററാട്ടോ യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന ഓറഞ്ച് കറക്റ്റർ മറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇടേണ്ടതായിട്ട് വരും. പക്ഷേ ഇങ്ങനത്തെ ഡാർക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡിനേക്കാട്ടിലും 1-2 ഷെയ്ഡ് മാത്രം ഡാർക്കറായിട്ടുള്ള കൺസീലർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ കണ്ണിനടിയിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് വരും. പക്ഷേ ഇതൊരു മീഡിയം വരെ ഉള്ള ഡാർക്ക് സ്പോട്ട്സിനെ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫേസിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് അല്ലല്ലോ, പക്ഷേ ഒരു എൻ്റെ ഷെയ്ഡിനേക്കാളും 2 ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള അങ്ങനത്തെ ഒരു ഡാർക്ക് സ്പോട്ട്സ് അല്ല എനിക്കുള്ളത്. അപ്പോൾ അത്രയ്ക്കാണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റെപ്പ് ആയപ്പോഴാണ് ഞാൻ ലിപ് ബാം ഇട്ടില്ല എന്ന് ഓർത്തത്. അതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ട്, ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണോണ്ട് അതിൻ്റെ ഇടയിൽ ലിപ് ബാം ഇട്ട്. അപ്പോൾ ഞാൻ കണ്ണിനടിയിലും കുറച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഇടാം. പിന്നെ ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പിൽ കൺസീലർ ഇടുന്നതിന് മുമ്പ് ഐസ് സെറ്റ് ചെയ്യണമാണ് നല്ലത്. ഞാൻ പക്ഷെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ആയപ്പോഴേക്ക് ഇടാണ്. അതല്ലെങ്കിൽ ഒരുപാട് ഫോളോ ഔട്ട്സ് നമ്മുടെ കണ്ണിനടിയിലൊക്കെ വരും. അപ്പോൾ ആ കണ്ണിനടിയിൽ അങ്ങനെ വീണ് കിടക്കുമ്പോഴേക്കും എന്ത് പറ്റും, ഭയങ്കര അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും.
പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഐബ്രോസിൻ്റെ ടോപ്പ് കോർണർ വേണം ആദ്യം ഫില്ല് ചെയ്യാൻ. പിന്നെ ഞാൻ ഐഷാഡോക്ക് ഈ പാലറ്റ് ആട്ടോ യൂസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് എൻ്റെ ക്രീസിൻ്റെ അവിടെ മാത്രം ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്ത ബ്രഷ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാത്ത ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി അത് ബ്ലെൻഡ് ആക്കണം, ഒരു ഹാർഷ് ലൈനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കയറ്റിയാട്ടോ വരയ്ക്കണം, കാരണം എനിക്ക് ഇച്ചിരി ഐസ് ഇങ്ങനെ ഹുഡഡായി വരണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റിയാണ് വരയ്ക്കണം. നിങ്ങളുടെ കണ്ണിങ്ങനെ മേളിൽ ഐലിഡ് സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കയറ്റി വരയ്ക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു റെഡ് കളർ എടുത്ത് ഞാൻ കൈകൊണ്ട് തന്നെ കണ്ണിൻ്റെ മേലെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഡീപ്പായിട്ടുള്ള റെഡ്, ക്രിസ്മസിൻ്റെ ഒരു വൈബ് വരാൻ. ഞാൻ പച്ച കളറിലെ ഡ്രസ്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു റെഡ് കളറിലെ കണ്ണാണ് കേട്ടോ കൊടുത്തേക്കണത്. അപ്പോൾ കണ്ണിൻ്റെ മേലെ ഞാൻ ഇങ്ങനത്തെ ഒരു റെഡ് കളറിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി ഞാൻ ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. എല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ ഒന്നും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മേലെ. ഇപ്പോൾ നിങ്ങൾക്ക് താഴത്തൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ മറ്റേ മിസെല്ലാർ വാട്ടർ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ ലാഷസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഈ 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് രണ്ടും കൂടി എൻ്റെ കയ്യിൽ മിക്സ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ കവൾ ഭാഗത്ത് ആദ്യം ഇട്ടിട്ട് പിന്നെ വെളി ഭാഗത്തോട്ട് പോവാണ്. എപ്പോഴും നിങ്ങൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ സെൻറ്റർ പോർഷനിൽ ഇട്ടിട്ട് പിന്നെ വെളിയിലോട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഞാൻ വളരെ ആ ഒരു നമുക്ക് പെട്ടെന്ന് കവറായി. ആ ഇട്ടിരിക്കുന്ന ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ ഇപ്പോൾ അറിയണമില്ല. ആ ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓറഞ്ച് കറക്റ്റർ ആകുമ്പോൾ നമ്മൾ ഒത്തിരി പ്രോഡക്റ്റ് ഇട്ട് വേണം ആ ഭാഗം കവർ ചെയ്യാൻ. അത് കവർ ചെയ്യാൻ തന്നെ വേറെ കളർ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഇടണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് വരും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഫൗണ്ടേഷനാണ് കേട്ടോ എടുത്തിടുന്നുള്ളൂ. ഒരുപാട് ഫൗണ്ടേഷനും ഇടുന്നില്ല. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ മേലെയും അതുപോലെ ചുണ്ടിന് ചുറ്റിനും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ഈ കളർ പാലറ്റിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിനടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ കണ്ണിനടിയിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ ഇടാതെയാണ് ഈ കൺസീലർ ഇടുന്നത്. ഫൗണ്ടേഷനും കൺസീലറും കൂടി വരുമ്പോൾ ഭയങ്കരമായിട്ട് ക്രീസ് ചെയ്യും, കണ്ണിനടിയിൽ ഇങ്ങനെ പാട് വരും. ഇത് ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ പാട് വരില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഫൗണ്ടേഷൻ അല്ല ഫൗണ്ടേഷൻ കൺസീലർ ആയതിന് കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള കൺസീലർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കേണ്ട. അതിന് ശേഷം ഫേസ് ഫുള്ളായിട്ട് ഒന്നും കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് ആ ഫൗണ്ടേഷൻ്റെ ഒരു ഭംഗി വരുന്നത്. അതിന് ശേഷം പിന്നെ ഈ മാമാർത്തിൻ്റെ ലൂസ് പൗഡർ എടുത്തിട്ട് കണ്ണിനടിയിൽ മാത്രം ഞാൻ ഇതേപോലെ കുറച്ചിങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. എടുത്ത് വെക്കുകയാണ്. അങ്ങനെ എടുത്ത് വെക്കുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് വരും. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ കളർ ചേഞ്ച് ആകുമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മറ്റേ ബനാന പൗഡർ ആകുമ്പോൾ ചെറുതായിട്ട് കളർ ചേഞ്ച്. പിന്നെ ഞാൻ ഈ ഒരു ബ്യൂട്ടിയുടെ ഐലൈനർ വെച്ചിട്ട് ഒന്ന് ഐലൈനർ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വരച്ചു കൊടുക്കണില്ല, വളരെ ചെറുതായിട്ട് മാത്രം ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വരയ്ക്കണ സമയം ആ ഒരു ലൂസ് പൗഡർ അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് സെറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ക്രീസ് ലൈൻ ഒന്നും വരില്ല. അതിന് ശേഷം ഞാൻ പിന്നെ വേറെ ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ളത് ഇങ്ങനെ ഒന്ന് മാറ്റിക്കളയാണ്. അതായത് ഇങ്ങനെ തുടച്ചിട്ട് മാറ്റുവാണ്. അപ്പോൾ ഇങ്ങനെ ആ കണ്ണിനടിയിലുള്ള ക്രീസിങ് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് വരും. പിന്നെ ഞാൻ ഈ ഷുഗറിൻ്റെ പാലറ്റ് എടുത്തിട്ട് ഈ കാണുന്ന ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് ഭയങ്കര ലൈറ്റ് കളറാണ്, ഭയങ്കര ബ്ലഷിൻ്റെ കളറല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്ലഷ് കളർ കണ്ട ഇങ്ങനത്തെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ ചീക്ക് ബോൺസിൻ്റെ മേലോട്ട് എനിക്കിങ്ങനെ ഒരു നീളമുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിൽ. ബ്ലഷ് നോർമലി ബ്ലഷ് അപ്ലൈ ചെയ്യണത് പോലെ. ക്രീം ബ്ലഷ് ആണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചെന്നില്ല. ഇതാകുമ്പോൾ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് അതിനകത്ത് ഹൈലൈറ്ററും ഉണ്ട്, അതുപോലെ കോണ്ടോർ ചെയ്യാനായിട്ടും പറ്റും. ഇതിൻ്റെ ഇച്ചിരി കൂടി ഡീപ്പർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 സൈഡിലിട്ട് പിന്നെ എൻ്റെ മൂക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടും. ഫേസിൽ കുറേ കളേഴ്സ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാവും. പിന്നെ ഞാൻ മൂക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രമാണ് ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണത്. പിന്നെ എൻ്റെ കവിളിൻ്റെ ആ ഒരു ഹൈ പോയിൻറ്റ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. മൂക്കിൻ്റെ തുമ്പിലിടുന്നില്ല കേട്ടോ. മൂക്കിൻ്റെ തുമ്പിലിടുമ്പോൾ വേറൊരു ഫിനിഷ് വരും. അപ്പോൾ ഞാൻ ഇന്ന് മൂക്കിൻ്റെ തുമ്പിലിടാതെ സെൻറ്റർ പോർഷനിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിന്നിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം എന്തോരം ഹൈലൈറ്റിങ് വേണമെന്നുള്ളത്.
പിന്നെ ഞാൻ ഈ ഒരു കോണ്ടോർ, അത് ആക്ച്വലി എനിക്ക് കോണ്ടോർ എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഫേസിൽ അത്ര കോണ്ടോറൊന്നും അറിയില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഒരു കോണ്ടോർ എഫക്റ്റ് വരും കണ്ടോ, ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു കോണ്ടോർ എഫക്റ്റ് കിട്ടാനായിട്ട് നല്ല. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള കവറേജ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് നാച്ചുറൽ ഫിനിഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ആ ഒരു ബ്രൗൺ ഐഷാഡോ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണ് ഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫേസിൽ കവറേജ് ഉള്ള വേണമെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് ഓഫ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. ഇട്ടിട്ടുണ്ടായിരുന്ന ലിപ് ബാം കളഞ്ഞിട്ട് ഈ 2 ലിപ് കോംബോ ആണ് യൂസ് ചെയ്യണത്. ആദ്യമേ ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് സെൻറ്റർ പോർഷൻ. എൻ്റെ ലിപ്സ് അത്ര ഒരേപോലത്തെ ലിപ്സ് അല്ല കേട്ടോ. നമ്മളുടെ എനിക്ക് തോന്നുന്നു കുറേ ആളുകളുടെ ലിപ്സ് അങ്ങനെ ഒരേപോലെയുള്ള ലിപ്സ് അല്ല. ചിലവരിങ്ങനെ മെസ്സേജ് അയച്ചാൽ എനിക്ക് പറയാറുണ്ട് എൻ്റെ ഒരു സൈഡ് ഇതേപോലെ അല്ല, ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിട്ടാണ്. നമ്മളുടെ ഫുൾ ബോഡിയിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. പല പല ഭാഗങ്ങൾ ചെറുതും വലുതും ഒക്കെ ആവാം. അതേപോലെ എൻ്റെ ചുണ്ടിൻ്റെ ഒരു സൈഡ് ചെറിയ കോണിച്ചിട്ടുള്ളതാണ്, ഒരു സൈഡ് രണ്ട് സൈഡ് 2 രീതിയിൽ എൻ്റെ ചുണ്ടിരിക്കാറ്. പക്ഷെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ നല്ലോണം വരച്ചതിന് ശേഷം ഈ ഒരു ലിപ്പ് ക്രയോൺ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാട്ടെ. ഇത് കുറച്ചൊരു പീച്ചി കളറാണ്. ഞാൻ കണ്ണ് നല്ല ഹൈലൈറ്റ് നല്ല ഡാർക്ക് കളർ കൊടുത്തതിനുണ്ട്. ലിപ്സ് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറിലെ ലിപ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഷാഡോ കുറച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഡാർക്ക് ആക്കിയാലും മതി. കണ്ടോ നല്ല രസമുള്ളൊരു ഷെയ്ഡല്ലേ, എനിക്ക് നല്ല രസമുള്ളൊരു ഷെയ്ഡായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ എനിക്ക് ബ്ലഷ് ഇച്ചിരി കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാട്ടോ. ഒന്നുമില്ല, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹെയർ എടുത്തിട്ട് ബ്രെയ്ഡ് ചെയ്യാണ്. ഫുള്ളൊരു ക്യൂട്ട് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പച്ച കളറുള്ള ഔട്ട്ഫിറ്റ് ആയിട്ടിട്ട് ഒരു സ്വെറ്റർ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലത്തെ മുടിയും കൂടി എടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പുറ സൈഡിലും ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രെയ്ഡ് എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്നും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി സ്ലൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ക്യൂട്ട് ലുക്ക് വരും. പിന്നെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വകച്ചിലെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ച് സിഗ്സാഗ് ആയിട്ടുള്ളതാണ് എടുത്തത്. പിന്നെ ഈ ഒരു ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് ഈ ഉള്ളൊരു ഹൂപ്പ് ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു പേൾ ഡിസൈൻ മാത്രം വരുന്നൊരു ഹൂപ്പ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയുക. പിന്നെ ഇന്നത്തെ ഞാൻ ചെയ്ത മേക്കപ്പ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ റിയൽ സ്കിന്നിൽ മേക്കപ്പ് ഇരിക്കുക. മേക്കപ്പ് ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക സ്മൂത്ത് ആൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കില്ല. റിയൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നിൽ, എൻ്റെ പോലത്തെ ടെക്സ്ചേർഡ് സ്കിന്നിൽ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും ഇതേപോലെയാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.